ഞാൻ തന്നിട്ടും 12 മിനിറ്റ് കൊണ്ട് എന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കണമെങ്കിൽ ഈ ഡയറിയിലെ അക്ഷരത്തിന് അവധിയുടെ ജീവന്റെ വില ഉണ്ടായിരിക്കണം. ഫോണിൽ കൂടി പറഞ്ഞതിൽ നിന്നും കൂടുതലായി എനിക്കൊന്നും പറയാനില്ല. ഒരു സന്ധി സംഭാഷണത്തിന് തന്നെയാ ഞാൻ വരാൻ പറഞ്ഞത്. ഇതിപ്പോ തന്നെ ഞാൻ നേരെ കൊണ്ടുപോയി അച്ഛനെ ഏൽപ്പിച്ച അവിടെ തീരും അവന്തിക. പിന്നെ ഓരോന്നോരോന്നായി ഞാനും വിളിച്ചു പറയും. ഒരു വലിയ പ്രശ്നം ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞ വീടാ ഇത്. ഇതിപ്പോ ഞാൻ പൊട്ടിച്ചാ അതുപോലൊരു പ്രശ്നമാവില്ല ഇവിടെ നടക്കാൻ പോകുന്നത്. ഞാൻ പറയാതെ തന്നെ അറിയാലോ അത്. ഇപ്പൊ തൽക്കാലം അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്കാകെ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. ഞാൻ ഒരു തവണ പറയും, കാത് കൂർപ്പിച്ച് കേട്ടോണം. നാളെ ഈ സമയത്ത് സന്ദീപ് ഇവിടെ ഉണ്ടാവണം. അതേത് രീതിയിലായാലും എന്ത് ചെയ്തിട്ടായാലും സന്ദീപ് ഇവിടെ വേണം. ഇവിടെ നിന്ന് അവനെ പുറത്താക്കാൻ കാണിച്ചതിന്റെ പകുതി ബുദ്ധി മതി അവനെ തിരിച്ചു കൊണ്ടുവരാൻ. അർച്ചന, അതെന്നെ കൊണ്ട് സാധിക്കില്ല. അച്ഛനെടുത്ത തീരുമാനം അത്. ഞാനെങ്ങനെ ആ തീരുമാനം മാറ്റും? ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഏത് രീതിയിലായാലും എന്ന്. ഒരച്ഛനെ കൊണ്ട് സ്വന്തം മകനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടിയിക്കണമെങ്കിൽ നിങ്ങളുടെ സാമർത്ഥ്യം കുറച്ചൊന്നും അല്ലല്ലോ. പറ്റില്ലെങ്കിൽ ഇപ്പൊ പറയണം. ഒന്നുകിൽ നാളെ സന്ദീപ് ഈ വീട്ടിനകത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ വീടിന് പുറത്ത്. രണ്ടിലൊന്ന് തീരുമാനിക്കേണ്ട സമയം ഇപ്പൊ. തുടക്കം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നേരെ അച്ഛന്റെ മുമ്പിലേക്ക് ചെല്ലണം. എന്നിട്ട് സന്ദീപിനോട് ക്ഷമിക്കാൻ പറയണം. തിരികെ കൂട്ടിക്കൊണ്ട് വരാമെന്നും പറയണം. ചിലപ്പോ നിങ്ങളുടെ നാവിന്നത് കേൾക്കാൻ അച്ഛൻ കാത്തിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളെ കൊണ്ടത് നിഷ്പ്രയാസം സാധിക്കുന്നു. പിന്നെ നിങ്ങളുടെ പ്രശ്നം അതൊന്നുമല്ല. എന്റെ മുമ്പിൽ വീണ്ടും തോക്കുന്നതിന്റെ നാണക്കേട്. അതാ ഇപ്പൊ നിങ്ങളുടെ മനസ്സ് മുഴുവൻ. എന്താ ശരിയല്ലേ? എന്നാ അതിന്റെ ആവശ്യമില്ല. കാരണം ആദ്യമായിട്ടല്ലല്ലോ തോക്കാൻ പോകുന്നു. അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ പോണോ അതോ നിങ്ങൾ തന്നെ പോകുന്നോ? ശരി, എന്നാ ഞാൻ തന്നെ പോ. അർച്ചന,